അങ്ങനെ ഞങ്ങളും തിരുനാവായ മാഘമഹോത്സവം കാണാൻ വേണ്ടി പോയി. തിരുനാവായയിലെ നമ്മളുടെ ഇനി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടേ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിമാരും മോളും എല്ലാവരും കൂടെ ഒരു ബസ് 26 പേരുള്ളൊരു ബസ് ആൾക്കാർ ഞങ്ങളെല്ലാവരും കൂടെ പോയി കണ്ടു, സന്തോഷമായി. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കാണിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുള്ളൂ. എൻ്റെ ഫോൺ നല്ല ഹീറ്റായിട്ട് കൂടുതലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. പുഴ നമ്മൾ കയറുന്ന ഇതാണ്, എൻട്രൻസാണത്. അപ്പോൾ അങ്ങനെ പുഴ കയറിക്കഴിഞ്ഞ് നമ്മൾ ആ പാലത്തിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കാണാൻ നല്ലതാണ്. ഇത് ദൂരക്കാഴ്ചയാണ്. ഇതിപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിളയിലിന് ഇപ്പുറത്തെ തിരുനാവായയുടെ കടവത്ത് വന്നിരുന്നിട്ട് നമ്മളെടുത്ത ഷൂട്ട് ചെയ്തതാണിപ്പോൾ ഇത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴേക്കും എൻ്റെ ഫോണാകെ ഹീറ്റായിട്ടേ എനിക്ക് അതിനുള്ള വീഡിയോസൊന്നും കിട്ടിയില്ല എടുക്കാൻ. ഇങ്ങനെ അവിടെ വന്ന് ഫോണൊന്ന് തണുത്തതിന് ശേഷമാണ് ഇത്രയെങ്കിലും എടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇത്രയും ജനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആളുകളുണ്ട്, പക്ഷെ ഒക്കെ റെസ്റ്റ് ചെയ്യുന്ന പോലെ വലിയ പന്തൽ ഇട്ട് അതിനകത്ത് ആൾക്കാർക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ ചെയ്ത് വളരെ നല്ല ഭംഗിയിൽ തന്നെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വന്നിരുന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടാവും. കാണുന്നത് മുഴുവൻ ജനപ്രളയമാണ്. ആ ആരതി ഒഴിയുന്ന ആ ഒരു ഭാഗം അവിടെ കളരിപ്പയറ്റും അതിൻ്റെ ഇടയ്ക്ക് അതും നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അടുത്ത് നിന്ന് കാണുകയാണെങ്കിൽ അതിമനോഹരമാണ് സംഭവം. ഇത്രയും നല്ലൊരു ഇത് നമ്മളെ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് മിസ്സാക്കാൻ പറ്റിയില്ല. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് അത് കാണാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങ് കാണുന്നതാണ് പാലം, താൽക്കാലികമായി കെട്ടിയ പാലാണ്, പക്ഷെ ജനങ്ങളാണ് ഒഴുകുന്നത്. ഇതാണ് രാത്രി കാഴ്ച. ദൂരം നിന്നുള്ള ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ലൈറ്റുകളൊക്കെ തെളിയും. ഇത് ദൂരം നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ആരതി ഒഴിയുന്നതൊക്കെ കാണാനുണ്ടാവും ചിലപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ. പിന്നെ ഇഷ്ടംപോലെ എന്താ പറയുക, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ആർക്കും ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ തന്നെയാണ് എല്ലാ സംഘാടകരെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളതാണ് സമാധാനം. സന്തോഷമായി എന്ന് തന്നെ പറയാം. ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ട്രാഫിക് ആണെങ്കിലും ഒക്കെ ശരിക്ക് ഞങ്ങൾ പോയ ബസ് ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കി ഇറക്കാണ് അവിടെ കൊണ്ടുപോയി നിർത്തി. ഭക്ഷണം ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള പ്രസാദം പോലെയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ചു. ഇത് 2 വീഡിയോസ് അങ്ങോട്ട് മാറിപ്പോയത് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കാഴ്ച. നല്ല രസം കേട്ടോ. ഇനി ആകെ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ, 2-3 തീയതിയുമായിട്ട് തീരും തോന്നുന്നു. അപ്പോൾ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഇത് ഇനി എന്നാ തീരണത് എന്നുള്ളത്. അതൊക്കെ ഒരുപാട് നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് ആളുകളൊക്കെ ബസ് എടുത്തിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഇത് കാണാൻ വേണ്ടി. കൂടാരങ്ങളുണ്ട്. ഇപ്പോൾ നിളയിലൊന്ന് മുങ്ങി സ്നാനം ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും വളണ്ടറിമാർ നിന്ന് വേണ്ട എന്താ പറയുക സഹായങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ ആരതി കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ തിരുനാവായ അമ്പലത്തിൻ്റെ നാവമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ബലിയൊക്കെ ചെയ്യുന്ന ആ സ്റ്റെപ്സിൽ വന്നിട്ട് ഇരിക്കുന്നതിന് അവിടെ അവർ വേണ്ട സഹായങ്ങൾ ആളുകളെ അങ്ങോട്ട് ഇറങ്ങാനും അവിടെ കൊണ്ടിരുത്താനും ഒക്കെ എന്തുപോലെയാണ് അവർ സഹായിക്കുന്നതെന്നറിയോ. എല്ലാവരും അത്. പിന്നെ വഞ്ചിയുണ്ട്, തോണികളുണ്ട്, 2-3 തോണികൾ നമുക്ക് ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് പോകാനും ഒക്കെയുള്ള തോണി സൗകര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ പേരൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ പിന്നെ നടന്നാണ് പോകുന്നത്. എൻ്റെ കാല് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നിട്ടും ഞാനത് ഇത് കാണാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് പോയതാണ്. ഇനിയിപ്പോൾ 12 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് പറയേണ്ടത്. 12 വർഷം അപ്പോഴേക്കും ഞാനൊക്കെ ഉണ്ടാവുമോ എന്നറിഞ്ഞു. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും എൻ്റെ ആരോഗ്യം ഇതുപോലെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇപ്പോൾ എന്താ പറയുക, കാലിൽ നീക്കാപ്പിട്ടിട്ടും ഒരു പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഞാനിത് പോയത്. കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് പോയത് കേട്ടോ. ഇനി ഒരു വർഷം കാണാൻ നമുക്ക് പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ ആ ഒരു ആഗ്രഹങ്ങൾ സാധിച്ചു. ഭഗവാനെ നന്നായി തൊഴുതു. എല്ലാം ഭംഗിയായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ രാത്രിയിൽ തിരിച്ചു പോരുമ്പോൾ വീട്ടിലൊക്കെ ഒരു 10:30 ആയപ്പോഴേക്കും തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഭക്ഷണം കഴിച്ച് നേരെ വന്ന് കഴുകി കിടന്നു. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. കാരണം അത്രയും നടത്തങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നടക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല ഒരു യാത്രയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സമയം കിട്ടുകയാണെങ്കിലൊന്ന് പോയി കണ്ടോളൂ.